അതായത് ഞാൻ റാപ്പിഡ് ഫയർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കുറച്ച് സിമ്പിളായിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ്. സിമ്പിൾ എന്ന് പറയുമ്പോഴാണ് എനിക്ക് പേടി. സിമ്പിളായിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണേ, ലാലേട്ടനും മമ്മൂക്കയ്ക്കും ഒപ്പം ലീഡിങ് റോള് ഒരേ ടൈമിൽ കിട്ടുന്നു. ഇത് രണ്ടിൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നതും ഒരേ ടൈമിലാണ്. പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഏത് സെലക്ട് ചെയ്യും? ഞാൻ എൻ്റെ ക്യാരക്ടർ നോക്കിയിട്ടെടുക്കും. പക്ഷേ ഏതെങ്കിലും ഒന്ന്, എന്നാലും ഏതെങ്കിലും ഒന്ന്. അയ്യോ, ടഫ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ആൻസർ എനിക്കറിയില്ല. രണ്ടും ലീഡിങ് റോളാണ്. ഏത് അഭിനയിച്ചാലും സെറ്റാന്നൊക്കെ. എനിക്ക് മമ്മൂക്കേനാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെയൊന്നുമല്ല, ഞാൻ മമ്മൂക്കേനെയാണ് ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ലാത്തതെന്ന് വെച്ചാൽ ഇങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല. അല്ല, അമ്മ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒരു ഗ്ലിംസിൽ അങ്ങനെ ഒരു കാഴ്ച അല്ലാതെ കുറച്ചുകൂടെ എന്താ ഓക്കെ. അപ്പോൾ മമ്മൂക്കേനെ കാണണം, സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതെ, മമ്മൂക്ക ഇന്റർവ്യൂ കാണട്ടെ എന്നൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇൻഡസ്ട്രിയിൽ ക്രഷ് തോന്നിയ ഒരു ആക്ടർ, മലയാളം വേണം ബോളിവുഡും വേണം? മലയാളം DQ. എന്താ റീസൺ? എന്താ? ഡിക്കിന്റെ സ്റ്റൈൽ, ഡിക്കിന്റെ ബോഡി. അങ്ങനെ ഡിക്കിന്റെ മൊത്തത്തിലുള്ള ഒരു ആംഗ്രി യങ് മെൻ ലുക്ക് നല്ല ഇഷ്ടമാണ്. ഇനി ബോളിവുഡില് ബോളിവുഡിൽ ഇഷ്ടം പോലെ ആക്ടേഴ്സ് ഉണ്ട്. ഏതെങ്കിലും ഒന്ന്? ഇപ്പൊ കറന്റ്ലി രൺബീർ കപൂർ. ഫോർ എ ലോങ് ടൈം പണ്ട് മുതലേ കുറെയൊക്കെ രൺബീർ കപൂർ അനിമലൊക്കെ കണ്ടിരുന്നു. അങ്ങനെ ക്രഷ് അടിച്ചതാണോ? അങ്ങനെയല്ല, എന്ന് വെച്ചാൽ ചെറുതിലേ മുതലേ ഇഷ്ടം. ചോക്ലേറ്റ് ബോയ് ആയിരുന്നപ്പോഴേ. അതെ. അപ്പോൾ DQയും രൺബീർ കപൂറും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻസ്റ്റാ പോസ്റ്റിൽ വന്ന കമന്റ്സ് കണ്ടിട്ട് ഏറ്റവും കൂടുതൽ ചിരിച്ചതും അതുപോലെ വിഷമിച്ചതുമായിട്ടുള്ള ഒന്ന്? ഈ പറഞ്ഞ പോലെ RGV സാറിന്റെ കൂടെയുള്ള പോസ്റ്റുകൾ തന്നെയാണ്. എന്ന് വെച്ചാൽ ചിലതൊക്കെ കാണുമ്പോൾ ഭയങ്കര ചിരി വരും. ഇവരിങ്ങനെയൊക്കെ അങ്ങനെ ഓർത്ത് വെക്കണ കമന്റ്സ് ഉണ്ടാവില്ലേ? ഈ പറഞ്ഞ മറ്റേ സോക്സ് ഇട്ട് പോണം ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെയൊക്കെ അത് ചിരിച്ചത്. ഇനി വിഷമം തോന്നിയത്? വിഷമിച്ചതും അങ്ങനെ തന്നെ. എന്താ ഇങ്ങനെ ദിസ് മാൻ ഇസ് നോട്ട് ഗുഡ്, വാട്ട് ആർ യു ഡൂയിങ്, അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ ഓരോന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മാനസയ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ അധികം നെഗറ്റീവ് കമന്റ്സ് വരാത്തതെന്ന്. ഞാൻ പോസ്റ്റ് ഒക്കെ എടുത്ത് നോക്കിയിരുന്നു ഇൻസ്റ്റയില്. അതല്ല, സാധാരണ നമ്മൾ ഇപ്പോഴത്തെ ഒരു രീതിയിൽ വെച്ച് നോക്കുമ്പോൾ ആക്ട്രസ് ആയാലും ഇനിയിപ്പോ ആക്ടർ ആയാലും നമ്മൾ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരുന്ന ഒരു ടൈമാണ്. കുറെ ആൾക്കാർ അതിനെ മൈൻഡ് ചെയ്യും, കുറെ ആൾക്കാർ അതിനെ ഇപ്പൊ ആരും മൈൻഡ് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് കുറവാന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ വിചാരിക്കുന്ന വെച്ചാൽ അവരിപ്പം യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ യു ലുക്ക് സോ പ്രിറ്റി എന്നൊക്കെ പറഞ്ഞ് ഇടുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്ന പോലെ തന്നെ അവർക്ക് നെഗറ്റീവ്സും പറയാനുള്ള ഓപ്ഷനും ഉണ്ട്. അതെ, പക്ഷെ ഇപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നെഗറ്റീവ് കമന്റ്സ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരു സൈബർ അറ്റാക്കിംഗ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലേക്ക് കാണാം. അപ്പൊ അത് എപ്പോഴെങ്കിലും അത് കൺട്രോൾ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ? അതായത് മാനസയുടെ കാര്യത്തിലല്ല, അല്ലാണ്ട് ബാക്കിയുള്ളവരുടെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കൺട്രോൾ ചെയ്യണം? ഓഫ് കോഴ്സ് അത് കൺട്രോൾ ചെയ്യേണ്ട കാര്യം തന്നെ. പക്ഷെ ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ അത് ഓരോരുത്തരും ഇനിഷ്യേറ്റീവ് എടുത്ത് ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം ഒരു പബ്ലിക് സ്പേസിൽ പറയില്ല എന്ന് തീരുമാനിച്ചാലല്ലേ നമുക്കത് പറ്റുള്ളൂ. ഇപ്പോൾ അല്ലാതെ ഇപ്പോൾ ചുമ്മാ ആൾക്കാർ അവരുടെ സന്തോഷത്തിന് ഓരോന്ന് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ വെച്ചാൽ സെലിബ്രിറ്റീസോ ആക്ടേഴ്സോ ഒന്നുമല്ല, വെറുതെ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ വെറുതെ വീട്ടിലിരുന്ന് ഡിസ്കസ് ചെയ്യുമല്ലോ. ഇവർക്ക് വേറെ പണിയില്ല, ഇവിടെ പോയിട്ട് ഇങ്ങനത്തെ ഫോട്ടോ ഒക്കെ അവർക്ക് പോയി ഇഷ്ടപ്പെട്ട ഒരു ഹാപ്പി മൊമെന്റ് അവർ പോസ്റ്റ് ചെയ്തു. അതിലിപ്പോൾ നമ്മൾ ഇത്രയും ഒരു കമന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ചിലവർ ആ ഫ്രീഡം ക്രോസ് ചെയ്ത് അത് വീട്ടിൽ പറയുന്നതിനെ മാറ്റി നേരെ അവരുടെ ഫോട്ടോയുടെ താഴെ തന്നെ അത് ഇടാനുള്ളൊരു ഗട്ട്സ് ഡെവലപ്പ് ചെയ്തു തന്നു. അപ്പൊ അതിനെ കൺട്രോൾ തന്നെ വേണം. ആരെങ്കിലും ഇങ്ങനെ ഇൻസ്റ്റയിൽ ഇപ്പൊ എന്തായാലും കുറെ ഫാൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ ഇൻസ്റ്റയിൽ ഇങ്ങനെ എന്തെങ്കിലും മെസ്സേജ് ഒക്കെ അയക്കാറുണ്ടോ? അതായത് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത അതിപ്പോ അറിയാലോ എങ്ങനത്തെ ടൈപ്പ് ഓഫ് മെസ്സേജസ്. മാനസ തന്നെയാണോ സോഷ്യൽ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്? വേറൊരു ആളുണ്ട്, എന്റെ അക്കൗണ്ടൊക്കെ ഞാൻ തന്നെ. അപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഇവരെന്താ ഇങ്ങനെയൊക്കെ അയക്കുന്നത്. ഇപ്പൊ പിന്നെ ഒരു പേരും അഡ്രസ്സും ഇല്ലാത്തത് ആർക്കും എന്തോ അയക്കാം. അതാണ് നോക്കിക്കഴിഞ്ഞാൽ 2 ഫോളോവേഴ്സ് 3 ഫോളോവേഴ്സ്, അല്ലെങ്കിൽ DP ഉണ്ടാവില്ല, DPയിൽ വല്ല മരവും ചെടിയും ഒക്കെ അങ്ങനെ വെച്ചിട്ട് ആർക്കും എന്ത് ചെയ്യാം. ഇപ്പൊ തന്നെ സെലിബ്രിറ്റീസ് ആണെങ്കിൽ പോലും ഒരു മെജോറിറ്റി ആൾക്കാർ ഇപ്പോ പോസ്റ്റിന്റെ കമന്റ്സ് ഓഫ് ആക്കി ഇട്ടു തുടങ്ങി. അത് നമ്മള് അതായത് സഹിക്കുന്നതിന് ഒരു പരിധി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും കൺട്രോൾ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മേക്കപ്പ് ഇടാതെ ഒരു ഫംഗ്ഷന് വിളിച്ചാൽ പോവും? മേക്കപ്പ് അധികം ഒന്നും അങ്ങനെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല. മേക്കപ്പ് ഇടാൻ ഇഷ്ടമാണോ? എനിക്ക് ഇടാൻ ഇഷ്ടമാണ്, പക്ഷെ പിന്നെ എനിക്ക് ഫോട്ടോയ്ക്ക് നിൽക്കുമ്പോൾ അത് വേറെ ആയിട്ട് വരും. അങ്ങനെ ഞാനത്
എനിക്ക് തോന്നുന്നു എന്റെ മുഖത്തിന് അങ്ങനെ ഭയങ്കര ഡിഫൈൻഡ് ആയിട്ട് മേക്കപ്പ് ഒന്നും ചേരാത്ത ഒരാളാണ്. മേക്കപ്പിന്റെ ആവശ്യമില്ല സത്യം പറഞ്ഞാല്. എന്നാലും പക്ഷെ എന്നാലും നമ്മൾ ഈ സ്റ്റേജ് ഷോസും അങ്ങനെ എന്തെങ്കിലും ഒക്കെ വരുമ്പോ എന്തായാലും മേക്കപ്പ് എന്തായാലും ഒരു ഡിമാൻഡ് ചെയ്യുമല്ലോ. കുറച്ച് ലൗഡ് ആയിട്ടുള്ള മേക്കപ്പ് വേണമെന്ന് തോന്നുന്നു. അല്ലാതെ ഇപ്പൊ നമ്മളിപ്പോ ഇരുന്ന് ഈ സംസാരിക്കുന്നതിനോ അല്ലെങ്കിൽ ഫംഗ്ഷനിലൊന്നും അങ്ങനെ താല്പര്യം ഇല്ല, അധികം താല്പര്യമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മലയാള സിനിമ നടിമാരിൽ ഏറ്റവും കൂടുതൽ ഫാഷൻ സെൻസ് ഉള്ളത് ആർക്കാ? മലയാള സിനിമയിൽ ആരെ വേണമെങ്കിലും പറയാം, അതായത് ഇന്ന ടൈം പീരീഡ് എന്നൊന്നുമില്ല, ഇപ്പോൾ ഇതുവരെയുള്ള. ഫാഷൻ സെൻസ് എന്ന് പറയുമ്പോ അങ്ങനെ ഒന്നെങ്കിൽ ഫാഷൻ സെൻസ് പറയാം, അല്ലെങ്കിൽ മാനസിക കണ്ടിട്ട് ഇവര് കൊള്ളാം, അടിപൊളി അങ്ങനെ തോന്നുമല്ലോ. നമുക്കിപ്പോ പുറത്തുനിന്ന് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇവരുടെ ഡ്രസ്സിങ് സെൻസ് കൊള്ളാം, അല്ലെങ്കിൽ മേക്കപ്പ് കൊള്ളാം, ഹെയർ സ്റ്റൈൽ കൊള്ളാം, അങ്ങനെ ഒക്കെ തോന്നിയ ഒരാളുണ്ടായിരിക്കുമല്ലോ. എനിക്കിത് ഫാഷൻ ആണോന്ന് തന്നെ അറിയില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം ശോഭന മാം അവരുടെ ഓരോ ഫംഗ്ഷനും അതിനെ ഇട്ട് നിൽക്കുമ്പോഴത്തേക്ക് എന്തും പോവും ആ ബോഡിയിലും ആ മുഖത്തിലും. എന്ന് വെച്ചാൽ ഇപ്പൊ ചേരാത്തൊരു ഫാഷൻ ഒന്നുമില്ല, അവരിടുന്ന എന്തും ഫാഷനാ. എന്നുവെച്ചാൽ അത്രയ്ക്കുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡും അതെല്ലാം ഭയങ്കര കറക്റ്റ് അല്ലേ, എന്തും ക്യാരി ചെയ്യും അവരുടെ. ഭയങ്കര ഭംഗിയെ കാണാൻ. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? നോക്കലുണ്ട്. അല്ല, ഇപ്പൊ ഞാനാണെങ്കിൽ പോലും എനിക്ക് ഇഷ്ടമുള്ള പണ്ട് ചെറുപ്പത്തിലൊക്കെ ഇഷ്ടമുള്ള ആക്ട്രസ് ഒക്കെ ആണെങ്കിൽ അതേപോലെ സാരിയൊക്കെ എടുത്ത് അതുപോലെ ആവില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, കണ്ണാടിയുടെ മുമ്പിലൊക്കെ നിന്നിട്ട് അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ ഞാനും എന്റെ കസിനും ചെറുതില് ഞങ്ങൾ എല്ലാ ദിവസവും വെക്കേഷന് വൈകിട്ടാവുമ്പം ഉള്ള ദുപ്പട്ടകളെല്ലാം എടുത്തോണ്ട് ഇറങ്ങും ഞങ്ങൾ വൈകിട്ട്. എൻ്റെ അമ്മ എന്നിട്ട് ഞങ്ങൾ ഡ്രസ്സപ്പ് എന്നാണ് ഞങ്ങളുടെ ആ ഗെയിമിന്റെ പേര്. ഞങ്ങളിങ്ങനെ ഡ്രസ്സ് ഇടും, എന്നിട്ട് വലിയ ഐഷാഡോ ഒക്കെ. അന്ന് ആ സമയം എന്ന് വെച്ചാൽ ഇപ്പൊ നയൻതാരയൊക്കെ ഇങ്ങനെ 2 കളർ ഐഷാഡോ ഒക്കെ ഇടുന്ന സമയം. അപ്പൊ ഞങ്ങള് 2 കളർ ഐഷാഡോ, ഒരു 10,000 ക്ലിപ്പ്, അങ്ങനെയൊക്കെ ഞങ്ങള് ഡ്രസ്സപ്പ് ആയിരുന്നു ഞങ്ങളുടെ മെയിൻ. ഓരോന്നായിട്ട് ഡ്രസ്സപ്പ് ചെയ്യുക. അപ്പൊ ഒരു സാരി ഉടുക്കാനുള്ള വലിപ്പമില്ല, ദുപ്പട്ടയിൽ ഒതുങ്ങാനുള്ള ബോഡിയുള്ളൂ, അതിൽ ഞങ്ങൾ എന്തൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഇപ്പൊ ഞങ്ങളത് ടീ അടയ്ക്കും പറയോ അതൊക്കെ നല്ല രസമായിരുന്നു, ഇപ്പൊ അത് മിസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ അത്രയും കോമാളിയേഷൻ കെട്ടാനുള്ള ധൈര്യം ഇല്ല. അന്നാണെങ്കിൽ കാണുന്ന എന്താണോ ഇന്നാവുമ്പോ എല്ലാരും ശ്രദ്ധിക്കും. അന്ന് പിന്നെ അധികം ഇന്ന് ഓൾറെഡി സെലിബ്രേറ്റ് ആയിരുന്നൊക്കെ. അല്ല, ഇപ്പൊ ശോഭന മാമിനെ ഇഷ്ടമാന്ന് പറഞ്ഞു, അപ്പൊ നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇപ്പൊ ഇഷ്ടമുള്ള ആക്ട്രസിന്റെ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഇൻസ്പിറേഷൻ പോലെ എടുക്കാറുണ്ടോ? നമ്മളിപ്പോ ക്യാരക്ടർ അറിയുമ്പോൾ നമ്മൾ റെഫറൻസിനും കുറെ നോക്കുമല്ലോ. പക്ഷെ ഇപ്പൊ എല്ലാ ഡയറക്ടേഴ്സും പറയുന്നത് നിങ്ങൾ അങ്ങനെ മൂവി റെഫറൻസ് നോക്കരുത്, കാരണം അതൊരു ഇമിറ്റേഷൻ പോലെ ആയിപ്പോവും. അല്ലാതെ റിയൽ ലൈഫിൽ നിന്ന് എന്തെങ്കിലും ഇപ്പൊ എന്താ ഈ ഡോക്യുമെന്ററീസ് പോലെയോ അല്ലെങ്കിൽ ഇപ്പൊ ന്യൂസ് വീഡിയോസ് പോലത്തെയോ അങ്ങനത്തെ നോക്കാം. പക്ഷെ എന്നാലും അതൊരു ടെംപ്ടേഷൻ ആണ്. ഇവർ ആ ക്യാരക്ടർ ചെയ്തപ്പോ എങ്ങനെ ചെയ്തത്, ഇപ്പൊ മറ്റേവർ ആൻസർ എഴുതിയപ്പോ എങ്ങനെ എഴുതിയെന്നൊക്കെ അറിയാനുള്ള ഒരു ടെംപ്ടേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അമ്മയ്ക്ക് ഇഷ്ടപ്പെടാതെ ചെയ്ത ഒരു കാര്യം, പക്ഷെ അമ്മ അത് ഇപ്പൊ കേട്ടാലും ദേഷ്യപ്പെടും. അമ്മ അവിടെ ഇരുന്ന് ചിരിക്കുന്ന കേട്ടോ. മമ്മ ചിരിക്കും, കാരണം ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. അല്ല, എനിക്ക് വിശ്വാസക്കുറവുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കും. ഒന്നും ചെയ്തിട്ടില്ല. ഇല്ല, ഒന്നെങ്കിൽ എങ്ങനെയെങ്കിലും അമ്മോട് അഭിപ്രായം ചോദിച്ചിട്ടാണ് ചെയ്യുക. അങ്ങനെയാണ്. എന്നാ അമ്മോട് പറയാണ്ട് ചെയ്ത എന്തെങ്കിലും കാര്യം? അപ്പൊ ഇത് ഇപ്പൊ ചോദിച്ചാൽ അമ്മ പറയും അതിന് അവൾക്ക് ഇഷ്ടമുള്ള കാര്യം മാത്രമേ ഞാൻ ചെയ്യാൻ പറയാറുള്ളൂ. ശരിക്കും അമ്മ കൂടി ഇവിടെ വേണമായിരുന്നു ചോദിക്കണമെങ്കിൽ അല്ലേ. അപ്പൊ എന്താ പറയാ, അമ്മോട് പറയാതെ ചെയ്ത എന്തെങ്കിലും കാര്യമുണ്ടോ? അമ്മ പറയാതെ എങ്ങോട്ടെങ്കിലും പുറത്തു പോയതോ അങ്ങനെ എന്തെങ്കിലും? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അങ്ങനെ പുറത്തു പോവാറേ ഇല്ല. മമ്മ നിർബന്ധിച്ചാണ്, എടാ മറ്റേ അവരൊക്കെ നല്ല ഫ്രണ്ട്സ് അല്ലേ, നീയൊക്കെ പോകണ്ടേ, അവരുടെ ഫംഗ്ഷനൊക്കെ പോകണ്ടേ, അങ്ങനെയൊക്കെ. ഞാൻ ഭയങ്കര മറ്റേ ഈ ഒരു ടേർട്ടില് പോലെ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന എല്ലാം അമ്മോട് ചോദിച്ചിട്ട്. അമ്മോട് ചോദിക്കലല്ല, അതിങ്ങനെ നമ്മൾ പറയും, ഡിസ്കസ് ചെയ്യും. ഇപ്പൊ ചെറുപ്പം തൊട്ടാണെങ്കിൽ അമ്മ എന്ത് ചെയ്യുമ്പോഴാണ് കൂടുതൽ ദേഷ്യപ്പെടുക? മമ്മയോ? മമ്മയ്ക്ക് എന്റെ മമ്മ ഭയങ്കര സ്വീറ്റ് ആണ്, ചീത്ത പറയാറില്ല. അതല്ലേ ഉദ്ദേശിച്ചത്? മമ്മയ്ക്ക് ഒരേ ഒരു കാര്യമുള്ളൂ. ഞാൻ ചിലപ്പോ ഇപ്പൊ വീട്ടിലാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഞാൻ പുറത്തു പോയാൽ ഞാൻ ഭയങ്കര പാവാണ്. പക്ഷെ വീട്ടില് ഞാൻ ഇപ്പൊ എന്നെ കളിയാക്കി എല്ലാരും വീട്ടിലെ ഗുണ്ടാന്ന് വിളിക്കും. ചിലപ്പോ ഞാൻ കുറച്ച് ഔട്ട് സ്പോക്കൺ ആയിട്ട് എന്തെങ്കിലും പറഞ്ഞു കളയും. അത് ഞാൻ പറയേണ്ട ഒരു ആവശ്യമില്ലാത്ത കാര്യമായിരിക്കും. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മമ്മിക്ക് ഭയങ്കര വിഷമാവും. ഓക്കെ, അപ്പൊ ഗുണ്ടബിനു അവർക്ക് പുതിയ പേര് കിട്ടി. ഇനിയിപ്പൊ അങ്ങനെയായിരിക്കും ട്രോള് വരാട്ടോ ചിലപ്പോ, ഗുണ്ടബിനു. എന്നെ ആരും എന്നെ കളിയാക്കി എന്നുവെച്ചാ ഇതേപോലെ അങ്കിൾ എന്തോ ആണ് കളിയാക്കി അങ്ങനെ വിളിച്ചാ ഇത് എന്നുവെച്ചാ പുറത്ത് പോയിട്ട് ഇത് പറയൂന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറയും. പക്ഷെ വീട്ടിലാണെങ്കിൽ ഞാൻ ചുമ്മാ പറയും. അപ്പൊ എന്നെ വീട്ടിലെ ഗുണ്ട എന്ന് പേരിട്ടു. ഓക്കെ, അപ്പൊ ഗുണ്ട.